all, welcome to my new video Travel with Neetu. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഗീത്രോൺ എന്നാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ പലർക്കും മനസ്സിലാവില്ല. വെനീസ് ഓഫ് നെതർലാൻഡ്സ് എന്ന് പറഞ്ഞാലായിരിക്കും പലർക്കും മനസ്സിലാവാം. ഇത് നെതർലാൻഡ്സിലെ ഗീത്രോൺ എന്ന് പറഞ്ഞൊരു വില്ലേജ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഫുള്ള് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള കനാലുകളും ആ കനാൽ സൈഡിൽ കുറേ വീടുകളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ വില്ലേജാണ്. അപ്പോൾ ശരിക്കും ഒരു കാർ ഫ്രീ വില്ലേജ് എന്നാണ് ഈ ഒരു പ്ലേസ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വരെ കാറിൽ വരാം. അതിനുശേഷം നമുക്ക് ഇവിടുത്തെ ബോട്ട് റൈഡൊക്കെ എടുത്ത് ഈ ഒരു പ്ലേസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സൈഡിൽ ചെറിയ ചെറിയ വഴികളുണ്ട്, അതിലൂടെ നമുക്ക് നടന്നും അതുപോലെ സൈക്കിളൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഈ ഒരു പ്ലേസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു ബ്യൂട്ടിഫുൾ വില്ലേജാണ് നമ്മളിന്ന് കാണാൻ പോണത്. അപ്പോൾ ശരിക്കും സമ്മർ ടൈമിൽ വരാൻ പറ്റിയൊരു പ്ലേസ് ആണ് കേട്ടോ ഇത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇവിടുത്തെ ഓപ്പൺ ബോട്ട്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ കയാക്കിംഗ് പോലെയുള്ള ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സമ്മറിൽ വന്നാലാണ് കൂടുതൽ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് തന്നെ ചെറുതായിട്ട് മഴയൊക്കെ ഉള്ളൊരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെതർ അത്ര കാണാൻ നല്ല രസമില്ല, കുറച്ച് ക്ലൗഡി ആയിട്ടുള്ളൊരു വെതറാണ്. അപ്പോൾ സമ്മർ സീസണിൽ വരാൻ പറ്റിയൊരു പ്ലേസ് ആണത്. അതാകുമ്പോൾ ഇവിടെ കാണുന്ന പോലത്തെ ഒരുപാട് ഓപ്പൺ ബോട്ട്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ കനാൽസ് ഇങ്ങനത്തെ പ്ലേസിലൊക്കെ പോകുമ്പോൾ ബോട്ട് എടുക്കുമ്പോൾ ഓപ്പൺ ബോട്ട്സ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലേസ് കാണാനുള്ള ഭംഗി തന്നെ വേറെയാണ്. ഇപ്പോൾ നമ്മൾ ആംസ്റ്റർഡാം സിറ്റിയിൽ തന്നെ കനാൽ ബോട്ട് എടുത്തപ്പോൾ ഫുൾ ഓപ്പൺ ആയിട്ടുള്ളൊരു ബോട്ടായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ പ്ലേസും നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ബോട്ട് ടൂർസാണ് ഇവിടെ ഏറ്റവും നല്ലത്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോട്ട്സ് അവൈലബിൾ ആണ്. ചിലപ്പോൾ ഇവിടുത്തെ ഈ ഒരു സീസണിൻ്റെ ഇതൊക്കെ കൊണ്ടായിരിക്കും നമുക്ക് ഇതുപോലത്തെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ബോട്ട് തന്നെയാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറിയിരുന്ന് നമുക്ക് ഒരു 1 hour 1.5 hour ആണ് ഇവിടുത്തെ റൈഡ്. അപ്പോൾ ഇന്നും എൻ്റെ കൂടെ ഉള്ളത് റേച്ചലാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ എൻ്റെ കണ്ട ആളുകൾക്ക് അറിയാം, റേച്ചൽ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയാണ്. അപ്പോൾ റേച്ചൽ ഇവിടെ നെതർലാൻഡ്സിൽ തന്നെ സെറ്റിൽഡ് ആണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഇതുപോലെ പ്ലേസ് വന്ന് കാണാനും വീഡിയോയിൽ വരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഇന്ന് ഈ ഒരു ബോട്ടിങ്ങിന് വന്നിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം വലിയ ബോട്ട് തന്നെയായിരുന്നു, പക്ഷേ ക്ലൈമറ്റ് അത്ര രസമില്ലാത്തതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ബാക്കിലുള്ള ഒരു കോർണർ സീറ്റിലാണ് ചെന്നിരുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ട് തിരക്കും ബഹളമൊന്നും ഇല്ലാണ്ട് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ സൈഡിൽ ഇങ്ങനെ ഒരു ഗ്ലാസിൻ്റെ കവറിങ് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴയൊക്കെ പെയ്തപ്പോഴും നമുക്ക് കാണാൻ അത്ര രസം ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്കിത് ഇതുപോലെ ഇത് പൊക്കി വയ്ക്കാം ഈ ഒരു ഗ്ലാസ്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 1 hour ആണ് നമുക്ക് ഈ ഒരു ബോട്ട് ടൂർ കിട്ടും. അപ്പോൾ ഈ ഒരു ബോട്ടിൻ്റെ ഡ്രൈവർ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും ഇവിടുത്തെ കുറച്ച് ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടാണ് നമുക്ക് ഈ ഒരു റൈഡ് എൻജോയ് ചെയ്യാൻ പറ്റുക. ഇനി ഇവിടുത്തെ പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ വെറും 2800 ആൾക്കാർ മാത്രമേ ഈ ഒരു വില്ലേജിൽ മൊത്തത്തിൽ താമസിക്കുന്നുള്ളൂ. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അറൗണ്ട് 2800 ആണ്. അപ്പോൾ അത്രയും കുറച്ച് ആൾക്കാർ താമസിക്കുന്ന ചെറിയൊരു വില്ലേജാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കാർ ഫ്രീ വില്ലേജ് എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ കൂടുതലും ഓരോ വീടുകൾക്കും ഓരോ ബോട്ടും പിന്നെ നടന്നു പോകാനുള്ള വഴിയും അതുപോലെ തന്നെ സൈക്കിൾ കൊണ്ടുപോകാനുള്ള വഴികളും ആണുള്ളത്. ഇപ്പോൾ കൂടുതൽ ഇവിടുത്തെ വാക്കിംഗ് ടൂർ, ബോട്ട് ടൂർ, സൈക്കിൾ ടൂർസൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുക. പിന്നെ ഈ പോകുന്ന വഴിയിലുള്ള വീടുകളിലൊന്നും പണ്ടത്തെ കാലത്ത് കുറേ ആൾക്കാർ തന്നെയായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ റെസിഡൻസ് അല്ല താമസിക്കുന്നത്, അത് കൂടുതലും ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പല വീടുകളും ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റുക റെസ്റ്റോറൻറ്റ്സും കേവ്സൊക്കെയാണ്. അത് ഒരുപാട് വർഷം പഴക്കമുള്ള റെസ്റ്റോറൻറ്റ്സൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ മെയിനായിട്ട് ഇവിടേക്ക് വരാനുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ബൈ ബോട്ട്, ബൈ സൈക്കിൾ മാത്രമാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടുത്തെ ഹിസ്റ്ററിയൊക്കെ കേട്ട് നമുക്ക് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് നല്ലൊരു ബോട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് തന്നെയാണത്. പിന്നെ കുട്ടികളെ ഫാമിലിയൊക്കെ ആയിട്ട് കൊണ്ടുവരാൻ പറ്റിയ പ്ലേസ് തന്നെയാണത്. പക്ഷേ നമ്മൾ നോക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതുപോലത്തെ ക്ലോസ്ഡ് ആയിട്ടുള്ള ബോട്ട്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്പൺ ബോട്ടിൽ കുട്ടികളെ കൂട്ടി കയറ്റുന്ന ഒരു ടെൻഷൻ ഉണ്ടാവില്ല. നെതർലാൻഡ്സിൻ്റെ സൗത്ത് വെസ്റ്റ് ഏരിയയിലായിട്ട് ഓവിരെറ്റ്സൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊവിൻസിലാണ് ഈ ഒരു ഗീത്രോൺ വില്ലേജ് ഉള്ളത്. അപ്പോൾ ഏകദേശം ഒരു 5 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വില്ലേജിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു 20 മെമ്പേഴ്സിനൊക്കെ കയറാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബോട്ടായിരുന്നു ഇത്. ഇതുപോലത്തെ കുറച്ച് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നതോടും നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ നാരോ ആയിട്ടുള്ള കനാൽ ഏരിയാസ് ആണ് കേട്ടോ. അപ്പോൾ പല സ്ഥലത്തും അതിൻ്റെ വിഡ്ത്ത് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ചില സൈഡിലൊക്കെ വരുമ്പോൾ വളരെ ചെറിയ കനാൽ സൈഡാണ്. അപ്പോൾ വേറൊരു ബോട്ട് വന്നാൽ തന്നെ നമുക്ക് സൈഡ് കൊടുക്കാൻ പറ്റാത്ത അത്ര രീതിയിലുള്ള വളരെ ചെറിയ ഒരു കനാൽ ഏരിയ ആണത്. പക്ഷേ ചില ഏരിയയിലേക്ക് പോകുമ്പോൾ ഭയങ്കര വിഡ്ത്തായിട്ടുള്ള ഒരു ഏരിയ നമുക്ക് കാണാൻ പറ്റുക.
അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും നമുക്ക് ഇതുപോലത്തെ കുറേ വുഡൻ ബ്രിഡ്ജസ് ആണ് കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഏകദേശം പറയണത് ഇവിടെ 176 ബ്രിഡ്ജസ് ആണ് ടോട്ടൽ ഇവിടെ ഉള്ളതെന്നാണ് പറയുന്നത്. കാരണം ഈ ഒരു വില്ലേജ് ഇവിടുത്തെ ഈ ഒരു കനാലിൻ്റെ 2 സൈഡിലായിട്ടുള്ള വീടുകളാണ്. അപ്പോൾ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു 5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഏകദേശം 176 ബ്രിഡ്ജസ് ആണ് ഇവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം വുഡൻ ബ്രിഡ്ജസ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു നാച്ചുറൽ ബ്യൂട്ടി അങ്ങനത്തെ ഒരു പ്ലേസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും തന്നെ ഇല്ല. നല്ല ഭംഗിയുള്ള ഗാർഡനിങ് ഒക്കെ ഇവരിവിടെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സമ്മർ സമയത്ത് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ഗ്രീനിഷ് ലുക്ക് നന്നായിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റുക. അപ്പോൾ ഇവിടുത്തെ വീടുകളും ഇവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ മൊത്തം ഇതുപോലെ തന്നെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ടായിരിക്കാം ഇവർ വെനീസ് ഓഫ് നെതർലാൻഡ്സ് എന്ന് പറയുന്നത്. വെനീസ് ഓഫ് നെതർലാൻഡ്സ്, വെനീസ് ഓഫ് നോർത്ത്, അതുപോലെ തന്നെ ഡച്ച് വെനീസ്, ഇങ്ങനെ പല പേരുകളാണ് ഈ ഒരു പ്ലേസിനുള്ളത്. അപ്പോൾ ശരിക്കും നെതർലാൻഡ്സിൽ വരുന്ന ആൾക്കാർ മെയിനായിട്ട് ആംസ്റ്റർഡാം സിറ്റിയൊക്കെ വിസിറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് ഒരു 1 ഡേ വന്ന് ഒരു 1 ഡേ ടൂർ ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ് ഗീത്രോൺ. ഏകദേശം 2 മണിക്കൂറാണ് ആംസ്റ്റർഡാമിൽ നിന്ന് ഈ ഒരു പ്ലേസിലേക്ക് വരാൻ വേണ്ടത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ബോട്ടിംഗ് ഒക്കെ എടുത്ത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഒരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് ഇവിടെ. പിന്നെ നമ്മളിങ്ങനെ ബോട്ടിലിരുന്ന് ഇങ്ങനെ പോകുമ്പോൾ ഇവിടുത്തെ ഈ ഒരു വെള്ളവും കനാലൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ആഴമൊക്കെയുള്ള പ്ലേസ് ആയിട്ട് തോന്നുമെങ്കിലും ജസ്റ്റ് ഒരു 1 മീറ്റർ മാത്രമാണ് ഇവിടുത്തെ ആഴോട്ടോ. അപ്പോൾ ഒരുപാട് ഡെപ്തി ആയിട്ടുള്ളൊരു പ്ലേസ് അല്ല അത്. ഈ ഒരു ഗീത്രോൺ ഏരിയയിൽ ഒരുപാട് റെസ്റ്റോറൻറ്റ്സും കേവ്സും ഹോട്ടൽസൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു കനാൽ സൈഡിലായിട്ട് നമുക്കൊരു 8 to 10 റെസ്റ്റോറൻറ്റ്സ് ആണ് മെയിനായിട്ട് കാണാൻ പറ്റുക. അതിൽ തന്നെ ഒരുപാട് വർഷം പഴക്കമുള്ള ഭയങ്കര ഒതൻറ്റിക് ആയിട്ടുള്ള ഇവിടുത്തെ നെതർലാൻഡ്സിലെ ഫുഡ് കിട്ടുന്ന പല റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. അപ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൂറിസ്റ്റുകളും എല്ലാ വർഷവും ഇങ്ങോട്ട് വരാറുണ്ട്. അപ്പോൾ നെതർലാൻഡ്സിൽ വന്ന ഗീത്രോൺ മാത്രമല്ല കേട്ടോ, ആംസ്റ്റർഡാം സിറ്റി പോലെ ഒരുപാട് ടോപ്പ് അട്രാക്ഷൻസ് ഉള്ള ഒരു പ്ലേസ് ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ കനാലിലൂടെ കുറച്ച് ദൂരം ഇങ്ങനെ യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനി പോകാൻ പോണത് ഈ ഒരു കനാലിൻ്റെ തന്നെ ഭയങ്കര വിഡ്ത്തായിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് കേട്ടോ. ഏകദേശം ഈ ഒരു കുഞ്ഞു കനാലുകളുടെയൊക്കെ ഒരു എൻഡ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം ഒരു 800 വർഷത്തിൻ്റെ അത്രയും പഴക്കമുണ്ട് ഇവിടുത്തെ ഒരു വില്ലേജിന്. 1230 ഇത് ഫസ്റ്റ് ഇവിടെ എസ്റ്റാബ്ലിഷ് ആവുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇവിടുത്തെ സോയിലിൽ ഉണ്ടായിരുന്ന കുറച്ച് എനർജി സോഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മണ്ണ് ഡിഗ് ചെയ്തതിന് ശേഷം പിന്നീട് ഇവിടെ വെള്ളം വരികയും ഭയങ്കര ഫ്ലഡ്സിൻ്റെ പ്രോബ്ലമൊക്കെ ഉണ്ടായിട്ട് അന്നത്തെ കാലത്ത് ഇവിടെ ജീവിച്ചിരുന്ന ആൾക്കാർ അവർക്ക് സേഫായിട്ട് ആ ഒരു വെള്ളം ഒഴുക്കി കളയാനൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു കനാല് നിർമ്മിച്ചിരുന്നത്. അതിനുശേഷം അവിടെ തന്നെ ആൾക്കാർ വീട് പണിത് ഇതിങ്ങനെ ഒരു വില്ലേജായിട്ട് മാറുമായിരുന്നു പിന്നീട്. അപ്പോൾ ഇതാണ് ശരിക്കും ആ ഒരു കനാലിൻ്റെ കുറച്ച് വിട്ടായിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും ഇതുപോലെ കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് കാഴ്ചകളൊക്കെ കണ്ടു പോകാൻ പറ്റിയൊരു പ്ലേസ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും ഒരുപാട് ട്രാവൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗൈൻ. ബൈ.